പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന സംശയത്തിന്റെ പേരിൽ ജ്യോതി മൽഹോത്ര എന്ന പ്രശസ്ത യൂട്യൂബറെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിലേക്ക് ഒന്നിലേറെ തവണ യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹരിയാന സ്വദേശിയാണ് ജ്യോതി മൽഹോത്ര. ട്രാവൽ വിത്ത് ജോ എന്നതാണ് ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. 3.77 ലക്ഷത്തിലധികം സബ്സ്ക്രൈബർമാരാണ് ഈ ചാനലിനുള്ളത്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വലിയൊരു ആരാധക വൃന്ദമുള്ളതിനാൽ തന്നെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിൽ നിന്നും യൂട്യൂബ് വീഡിയോയിൽ നിന്നും വലിയൊരു തുകയാണ് വരുമാനമായി ജ്യോതി മൽഹോത്രയ്ക്ക് ലഭിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ 1.31 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള അവരുടെ വരുമാന സ്രോതസ് പ്രധാനമായും വീഡിയോകൾ തന്നെയായിരുന്നു. യൂട്യൂബ് പരസ്യങ്ങളിലൂടെയും അവർ ഗണ്യമായ തുക സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഓരോ 1000 വ്യൂസിനും യൂട്യൂബ് $1 മുതൽ $3 വരെയാണ് നൽകുന്നത്. അതായത് 80 മുതൽ 240 രൂപ വരെ ലഭിക്കും. ജ്യോതിയുടെ വീഡിയോകൾക്ക് ശരാശരി 50,000 കാഴ്ചക്കാരെ ലഭിക്കുകയും അവർ പ്രതിമാസം 10 വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്താൽ അവരുടെ പ്രതിമാസ വ്യൂസ് ഏകദേശം 5 ലക്ഷമാകും. ഇത് യൂട്യൂബിൽ നിന്നുമുള്ള അവരുടെ പ്രതിമാസ വരുമാനം 40,000 മുതൽ 1,20,000 രൂപ വരെയാക്കും. പ്രശസ്തിയും ജനപ്രീതിയുമുള്ള ട്രാവൽ ബ്ലോഗർ ആയതിനാൽ തന്നെ സ്പോൺസർഷിപ്പുകളിലൂടെയും ബ്രാൻഡ് ഡീലുകളിലൂടെയും അവർ പണം സമ്പാദിച്ചു. ട്രാവൽ ബ്ലോഗർമാർക്ക് പലപ്പോഴും യാത്രാ ഉപകരണങ്ങൾ, ഹോട്ടൽ താമസങ്ങൾ, എയർലൈൻ ടിക്കറ്റുകൾ, യാത്രാ ആപ്പുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ബ്രാൻഡുകളിൽ നിന്ന് സ്പോൺസർഷിപ്പുകൾ ലഭിക്കാറുണ്ട്. ഭേദപ്പെട്ട ഫോളോവേഴ്സ് ഉണ്ടായിരുന്നതിനാൽ ഓരോ ബ്രാൻഡ് പോസ്റ്റിനും 20,000 മുതൽ 50,000 വരെ ഈടാക്കാം. പ്രതിമാസം 2 മുതൽ 3 സ്പോൺസർ ചെയ്ത ഡീലുകൾ ചെയ്താൽ അവർക്ക് 40,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ സമ്പാദിക്കാമെന്നാണ് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പ്രകാരം യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ജ്യോതി മൽഹോത്ര പ്രതിമാസം 1.5 ലക്ഷം രൂപ സമ്പാദിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ അവരുടെ വരുമാനത്തിന്റെ 50% ലാഭിക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ അവരുടെ സമ്പാദ്യം 27 ലക്ഷം രൂപയോളം വരാം. അതേസമയം ഒരു ട്രാവൽ വ്ലോഗ് നടത്തുന്നത് ചെറിയ കാര്യമല്ല. യാത്രാ ചെലവുകൾ, ഉപകരണങ്ങൾ വാങ്ങൽ, വീഡിയോ എഡിറ്റിംഗ്, പ്രൊമോഷൻ എന്നിങ്ങനെയുള്ള ഗണ്യമായ ചെലവുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തി ചെലവ് സാധ്യമായ നിക്ഷേപങ്ങൾ, ജീവിതശൈലി എന്നിവ കണക്കിലെടുക്കുമ്പോൾ അവരുടെ ആസ്തി 15 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയിൽ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ചാരവൃത്തി നടത്തിയതിലൂടെ ജ്യോതി മൽഹോത്രയുടെ എല്ലാ ബ്രാൻഡ് ഡീലുകളും എൻഡോഴ്സ്മെന്റുകളും റദ്ദാക്കപ്പെടും. യൂട്യൂബ് മോണിറ്റൈസേഷൻ നിർത്തിവെക്കാനും സാധ്യതയുണ്ട്. ജ്യോതി മൽഹോത്രയെ മെയ് 17 ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്തു എന്നാണ് ഇവർ സമ്മതിച്ചെന്ന് പോലീസ് പറയുന്നു. അതേസമയം കുടുംബം ഇതെല്ലാം നിഷേധിച്ചിട്ടുണ്ട്.